Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രൈയുടെ പുതിയ റെഗുലേഷൻ വന്നെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ അത് നിലവിൽ വരും. നേരം ഇത് പ്രകാരം DTH പ്രൊവൈഡേഴ്സും കേബിൾ പ്രൊവൈഡേഴ്സും നമുക്ക് വലിയൊരു ഓഫറാണ് അവരതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വരിക്കാർ നഷ്ടപ്പെടാതിരിക്കാൻ, പുതിയ റെഗുലേഷൻ വരുമ്പോൾ പെയ്ഡ് ചാനലിന് പൈസ കൂടുമ്പോൾ അവരുടെ വരിക്കാർ അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ നമുക്ക് വമ്പിച്ച ഓഫറുകളാണ് അവർ നമുക്ക് ഒരുക്കുന്നതെന്നാണ് ഇപ്പം നമുക്ക് പുതിയ ന്യൂസുകളും അതുപോലുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, എന്നാലും ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നിങ്ങളിവിടെ കാണുന്ന ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ഈ അടുത്ത് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് നമ്മുടെ ഓരോ ചാനലിൻ്റെ പ്രൈസ്, ഏതൊക്കെ ചാനലിൽ മുഴുവൻ ഡീറ്റെയിൽസ്, ഇപ്പം വന്ന ഈ പുതിയ റെഗുലേഷൻ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും, ഓരോ ചാനലിൻ്റെ പ്രൈസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ DTH പ്രൊവൈഡേഴ്സോ കേബിൾ TV പ്രൊവൈഡേഴ്സോ നമ്മുടെ ഇന്ന് കൂടുതൽ പൈസ ഈടാക്കില്ല. അവർ പറയുന്ന എമൗണ്ട് എത്രയാണ്, അതിൻ്റെ റേറ്റ് എത്രയാണ്, അതോട് ഒപ്പം GST പ്രകാരം എത്ര രൂപ റേറ്റ് വരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ അതാണ് കാണാൻ സാധിക്കും. 154 ആണ് ഇപ്പം വരുന്ന ബേസിക് പ്ലാനിലെ ടോട്ടൽ പ്രൈസ് വരുന്നത്. 130 പ്ലസ് GST 18% ആണ്. 154 ആണ് നിലവിൽ വരുന്നത്. അതായത് നമുക്ക് നേരിട്ട് ഞാനിപ്പം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടന്നു വരാം. ഇപ്പോൾ സൺ ഡയറക്റ്റിൻ്റെയും ടാറ്റാ സ്കൈയുടെയും ഭാഗത്തുനിന്ന് കിട്ടുന്ന ന്യൂസുകൾ അനുസരിച്ച് 230 ഫ്രീ ടു എയർ ചാനലാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളോട് പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേരം 130 രൂപയ്ക്ക് 100 ചാനൽസേ കൊടുക്കാൻ പാടുള്ളൂ ട്രൈഡ് റെഗുലേഷൻസ് ഉള്ളെങ്കിലും ടാറ്റാ സ്കൈയും സൺ ഡയറക്റ്റും പറയുന്നത് അവർ മുഴുവൻ ഫ്രീ ടു എയർ ചാനലുകളും അവരുടെ കസ്റ്റമറിന് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കും. അവരുടെ കസ്റ്റമേഴ്സിന് എന്തേലും ഫ്രീ ടു എയർ ചാനൽ ആവശ്യമാണോ അത് മുഴുവൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഫ്രീ ടു എയർ ചാനൽസ് നമുക്ക് എന്തേലും വേണമെങ്കിലും കൊടുക്കുമെന്നാണ്. ഫ്രീ ടു എയർ ചാനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ജനറൽ ഓഫ് ചാനൽസ്. ലാംഗ്വേജസ് സെലക്ട് ചെയ്യുക, ഫ്രീ ടു എയർ മുകളിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ലാംഗ്വേജസ് കൊടുക്കുക. ലാംഗ്വേജസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് മലയാളമാണെങ്കിൽ മലയാളം കൊടുക്കുക. മലയാളം കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ എത്ര ഫ്രീ ടു എയർ ചാനൽസ് ഉണ്ട്? ഏകദേശം മലയാളത്തിൽ 52ഓളം ഫ്രീ ടു എയർ ചാനൽസാണ് നിലവിലുള്ളത്. ഇതിൽ ഏതൊക്കെ ചാനൽ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം ചെക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഈ ആപ്ലിക്കേഷനിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്താണെങ്കിലും ഇടുന്നുണ്ട്. നമ്മൾ വീഡിയോ പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുക്കാനാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോന്ന് ഇപ്പം 154 രൂപ ബേസിക് പ്ലാനിൽ പെടുന്നതാണ്. ഫ്രീ ടു എയർ നമുക്ക് 100 26ഓളം ചാനൽ DDD ആണെങ്കിൽ 74 ചാനൽ നമുക്ക് ഫ്രീ ടു എയർ മലയാളത്തിൽ നിന്ന് എടുക്കാം. മലയാളത്തിൽ ഏകദേശം 52ഓളം ഫ്രീ ടു എയർ ചാനലുകളുണ്ട്. മലയാളത്തിനോടൊപ്പം നമുക്ക് തമിഴും കൂടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തമിഴും കൂടി കൊടുക്കാവുന്നതാണ്. ഫ്രീ ടു എയറിൻ്റെ അകത്ത് തമിഴും കൂടിയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 86 ഫ്രീ ടു എയർ ചാനൽസ് ഉണ്ട്. അന്നേരം ഈ 86 ചാനൽസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം സൺ ഡയറക്റ്റിൻ്റെ ഓഫർ പ്രകാരമാണ് അവർ 230 ചാനൽ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്, ടാറ്റാ സ്കൈയും. അന്നേരം നിങ്ങൾക്ക് ഇത്രയും ഫ്രീ ടു എയർ ചാനൽസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ നോക്കേണ്ട ഒരു കാര്യം, കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന DTH ആണ് സൺ ഗ്രൂപ്പിൻ്റെ ചാനലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നേരം സൺ ഡയറക്റ്റിൻ്റെ DTH ആണ്. നേരം നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സൺ ഡയറക്റ്റ് അവരുടെ DTH യൂസ് ചെയ്യുന്നവർക്ക് സണ്ണിൻ്റെ പെയ്ഡ് ചാനലുകൾ വില കുറച്ച് കൊടുക്കുമെന്നൊരു ന്യൂസ് ഇപ്പം വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ബ്രോഡ്കാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിത് ഫ്രീ പേ ചാനൽസിൻ്റെ അകത്ത് നോക്കി ബ്രോഡ്കാസ്റ്റേഴ്സിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ബ്രോഡ്കാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടുക. ABP ന്യൂസ് ഇതൊക്കെയാണ് ഇന്ത്യയിലെ പെയ്ഡ് ചാനലുകൾ കൊടുക്കുന്നതെല്ലാം ഒരു മാധ്യമ കമ്പനി ആയിരിക്കും. മീൻസ് ഇപ്പം നമുക്ക് സി കേരള പുതിയ ചാനൽ വന്നു. സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലെ ഏകദേശത്തോളം നല്ല നമ്പർ ചാനലുകളുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നമ്പർ അറിയില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഇന്ത്യ ടുഡേയുടെയാണ് ആഴ്ചത്തൊക്കെ. അതുപോലെ സോണിക്ക് ചാനലുണ്ട്, സ്റ്റാർ ഗ്രൂപ്പിന് ചാനലുകളുണ്ട്. ഏറ്റവും ABP ന്യൂസ്, BBC ഗ്ലോബൽ ന്യൂസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരം അവരല്ലാതെ അവരുടെ ചാനലിൻ്റെ ബൊക്കറ്റ് ലിസ്റ്റ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസ് നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ചാനലിൻ്റെ ബൊക്കറ്റ് ലിസ്റ്റ് പ്രകാരം അവരുടെ ചാനലുകൾ മിതമായ പൈസയിൽ നമുക്ക് വരും. അതാണിപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് കാണുന്നുണ്ട്. 9 ചാനലുകൾ നമുക്ക് ഏകദേശം 39 രൂപയ്ക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് TV18 ഉണ്ട്. നമ്മൾ സണ്ണിൻ്റെ മാത്രമാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ.
സണ്ണിൻ്റെ ക്ലിക്ക് ചെയ്യുന്നത് സണ്ണിന് തന്നെ ഏകദേശം 33 ചാനലുകളുണ്ട്. സണ്ണിൻ്റെ പെയ്ഡ് ചാനൽസ്. ഈ പെയ്ഡ് ചാനൽസ് പല ബൊക്കറ്റ് പ്ലാനിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണ് സണ്ണിൻ്റെ പെയ്ഡ് ചാനൽസ്. നേരെ ചാനൽ ബൊക്കറ്റ് ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സണ്ണിൻ്റെ ബൊക്കറ്റ് ലിസ്റ്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ അകത്ത് സണ്ണ് കൊടുക്കുക, മാസീവ്. ഇതിൻ്റെ അകത്ത് ന്യൂ ഡൽഹി നമ്മൾ സണ്ണ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സോണി സൺ നെറ്റ്വർക്കിൻ്റെ ഇത്രയും ബൊക്കറ്റ് സിസ്റ്റമാണ് നിലവിലുള്ളത്. ഒരു 40 രൂപയുടെ പാക്കുണ്ട്. അതൊക്കെ തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. തെലുങ്കു, കന്നഡ, തമിഴ് ബേസിക്, തെലുങ്കു ബേസിക്, കന്നഡ സൂപ്പർ, കേരളയുടെ പ്ലാൻ. സൺ അൺലിമിറ്റഡ് പാക്ക് HD-ക്കകത്ത് 110 രൂപയ്ക്ക് അവരുടെ മുഴുവൻ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരള പ്രീമിയർ, കേരള ബേസിക് ഒരു 30 രൂപ പാക്കുണ്ട്. കേരളയുടെ ഒരു 80 രൂപ പാക്കുണ്ട്. ഇങ്ങനെ പല പാക്കുണ്ട്. ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൺ DTH ഉള്ളവർക്ക് അല്ലെങ്കിൽ സണ്ണ് ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. വേറെ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റാ സ്കൈയുടെ നിലവിലുള്ള DTHൻ്റെ പ്രൈസ് 2935 രൂപയായിരുന്നു. അവർ 42% ഡിസ്കൗണ്ടോട് കൂടി 1690 രൂപയ്ക്ക് ഇപ്പോൾ അവരുടെ DTH അവൈലബിൾ ആയിട്ടുണ്ട്. അന്നേരം അതാണ് അടുത്തൊരു ഓഫർ. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഫ്രീ ടു എയർ ചാനൽ നമുക്ക് എത്ര വേണേലും അവർക്ക് തരാം. അതുകൊണ്ട് ഇപ്പം പ്രൊവൈഡേഴ്സിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മൾ കാണുന്ന കൂടിപ്പോയ മലയാളം കാണും, ഇംഗ്ലീഷ് കാണും, ഹിന്ദി കാണും, തമിഴ് കാണും. അതിൽ കൂടുതൽ കുറേ ഫ്രീ ടു എയർ ചാനൽ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അത് ഫ്രീ ടു എയർ ചാനലുകളിൽ ഭൂരിഭാഗവും ഉള്ളത് ന്യൂസ് ചാനലുകളായിരിക്കും. അതിൽ ന്യൂസ് ചാനലിൻ്റെ പെയ്ഡ് ആണെങ്കിൽ അതിന് വലിയ എമൗണ്ട് ഒന്നുമില്ല. ഇംഗ്ലീഷ് ന്യൂസ് ചാനലിനൊക്കെ ചെറിയ എമൗണ്ട് ഉള്ളൂ. NDTVക്ക് 3 രൂപ, ബാക്കി അതിൽ താഴെയുള്ള ബാക്കിയല്ല ടൈംസ് നൗവിനൊക്കെ ചെറിയ എമൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. പെയ്ഡ് ചാനലിലെ എമൗണ്ടുകൾ കൂടുതൽ വരുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്കാണ്. എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് കൂടുതലായിട്ട് ആൾക്കാർ കാണുന്നത്. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള ചാനലുകളിലായിരിക്കും നല്ല കണ്ടന്റ് ഉള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് പൈസ കുറച്ച് ഈ ചാനലുകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്രയും ചെയ്താൽ മതി. ഫ്രീ ടു എയർ ചാനൽ എടുക്കുക. എന്നിട്ട് ആ പെയ്ഡ് ചാനലിലുള്ള കണ്ടന്റുകളൊക്കെ ഇപ്പം ജിയോ TVക്കകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂട്യൂബിൽ അവരുടെ സീരിയൽ തൊട്ട് എല്ലാ പ്രോഗ്രാമുകളുടെയും വീഡിയോസ് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി വരുന്ന പുതിയ അപ്ഡേറ്റ്സ്, ഇതിപ്പം നമുക്ക് ഈ മാസം തീരാനായി February 1 തൊട്ടാണ് ഈ റെഗുലേഷൻസ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നിലവിൽ അറിയില്ല. ഇനി എന്തെങ്കിലും ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ട്രൈയുടെ ചാനൽ സെലക്ടർ ആപ്പിൽ കയറണം. എന്നിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതോടൊപ്പം ആ വീഡിയോയുടെ ലിങ്കും അതോടൊപ്പം ഈ ടെലികോം റെഗുലേറ്റർ ട്രൈയുടെ ആപ്ലിക്കേഷൻ ചാനലിൽ കയറുന്നതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ചെറിയ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്ത് കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വരാം. സംശയങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.